രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയമുയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽ മാരാറിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ മാരാർ എന്തായാലും പെട്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എന്നറിയാം. എന്തോ ഒരു കാര്യത്തിൽ വലിയ ആളാവാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വീഴ്ചകളെയൊക്കെ പറ്റി പറയാമെന്ന് പറഞ്ഞതാണ്. അവസാനം ഇപ്പോൾ പ്രശ്നം പറ്റിയിരിക്കുകയാണ്. ഉടനെ തന്നെ അറസ്റ്റാവും. ഈ ഒരു വാർത്തയിൽ പറഞ്ഞ കണക്ക് രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹം വരാൻ വരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജീവപര്യന്ത ശിക്ഷയൊക്കെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഓരോന്നും വിളിച്ച് പറയുമ്പോഴത്തേന് ആലോചിക്കണമായിരുന്നു. അതും വീഡിയോ ഒരു വട്ടമല്ലോ, 2-3 വട്ടം വീഡിയോസ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളും കാര്യങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട പാകിസ്ഥാനിലെ ആൾക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോഴത്തേന് ഇതൊക്കെ ആലോചിക്കണം, ഇങ്ങനെ പ്രശ്നം വരുമെന്നുള്ളൊരു കാര്യം. അതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അഖിൽ മാരാർ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ മേജറായിട്ട് ഇന്ത്യക്കെതിരെ അതൊരു വലിയ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും ഓർത്തില്ല ഇങ്ങനെ പ്രശ്നം വരുമെന്ന്. അവസാനം പ്രശ്നം പറ്റി കിടക്കുവാണ്. ഇങ്ങനെ കുറേയധികം പേരുണ്ട്. റിയ സലീമിനെ പോലെ വേറെ ഒരു നായികയൊക്കെ ഉണ്ടായിരുന്നു ഇതേ കണക്ക് സംസാരിച്ച്. അവർക്കെല്ലാം ഇതേ കണക്കുള്ള പ്രശ്നം വരണം, ഇതേ കണക്ക് കേസ് എടുക്കണം അവർക്കെതിരെ. കാരണം സ്വന്തം രാജ്യത്ത്, അതായത് ജീവിക്കുന്ന സ്വന്തം രാജ്യത്തിനെ പറ്റി കുറ്റം പറയുക എന്ന് പറയുന്നത് ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു പരിപാടിയില്ല. അതും ഒരു ലൈവ് ഇട്ട് എല്ലാം അറിയുന്ന കണക്ക് പുള്ളി എന്തോ ഭയങ്കര രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്നോ, താൻ പ്രധാനമന്ത്രിയായ താൻ എന്തോ വലിയ കാര്യം ചെയ്യുന്ന രീതിയിൽ അങ്ങ് പറയുക, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്താണ് പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പാവപ്പെട്ട സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. അതുപോലെ തന്നെ നമ്മുടെ ആയുധം വേറെ കൺട്രീസിന് കൊടുത്തു. ഇങ്ങനെയൊക്കെ ഓരോ വിഡ്ഢിത്തരങ്ങൾ വന്നിരുന്ന് പറയുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു അഖിൽ മാരാർ. അത് ആലോചിച്ചില്ല. അവസാനം എന്തായാലും പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ലൈവിൽ വന്ന് ഇതേണൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേന് കേസും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പുള്ളിക്കാരൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളൊരു കാര്യം. എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നവൻ ഏതവനായാലും ശരി, അവനെയൊക്കെ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യണം. അതിലൊരു കുറ്റബോധമോ ഒന്നും തന്നെ വിട്ടുവീഴ്ച ഒന്നും കൊടുക്കരുത്. കറക്റ്റായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. എന്നാലേ ഇവരെ പോലുള്ളവരൊക്കെ പഠിക്കത്തുള്ളൂ. ഒരു രാജ്യത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് എല്ലാവരും ആ ഒരു സമയത്തിൽ ഇന്ത്യക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവനൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേന് എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇവനെ സപ്പോർട്ട് ചെയ്യാനും കുറേയധികം ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ അവന് വേണ്ട ശിക്ഷ തന്നെയാണ് അഖിൽ മാരാറിന് കിട്ടുന്നത് എന്നാണ്. ഉടനെ തന്നെ എന്താണ് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ അഖിൽ മാരാറിനെ കുറിച്ച്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഒരു കാര്യം അവന് കറക്റ്റായിട്ടുള്ള ശിക്ഷയാണ് ആ വ്യക്തിക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.